മുട്ട് തേയ്മാനം ഉള്ളവരാണോ നിങ്ങൾ? എങ്ങനെയാണ് ഈ മുട്ട് തേയ്മാനം ഉണ്ടാകുന്നത്? ഈ എല്ലുകൾ തമ്മിൽ അടുക്കുകയും അവ തമ്മിൽ ഉരയുകയും ചെയ്യുമ്പോഴാണ് എല്ല് തേയ്മാനം ഉണ്ടാകുന്നത്. ഇങ്ങനെ എല്ലുകൾ ഉരയുമ്പോൾ ഈ ജോയിന്റിനുള്ളിൽ ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടാകുന്നു. ഈ മുറിവുകൾ പിന്നീട് വീക്കമായിട്ട് നീർക്കെട്ടായിട്ട് അതായത് ഇൻഫ്ലെയിംഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. ഇത് കുറച്ചു കാലം അങ്ങ് തുടരുകയാണെങ്കിൽ ഇത് പിന്നീട് ആ ജോയിന്റിന്റെ ഘടന തന്നെ മാറ്റിപ്പോകുന്ന ഒരു രീതിയിലേക്ക് മാറുന്നു. അങ്ങനെയാണ് വളരെ ക്രോണിക് ആയിട്ടുള്ള എല്ല് തേയ്മാനം അല്ലെങ്കിൽ മുട്ട് തേയ്മാനം ഉണ്ടാകുന്നത്. അപ്പോൾ ആരാണ് ശരിക്കും ഈ മുട്ട് തേയ്മാനം ഉണ്ടാക്കുന്നത്? കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ എല്ലുകളിൽ തമ്മിൽ അടുപ്പിക്കുന്ന എന്തോ ഒന്ന്, അതായത് നിങ്ങളുടെ ശരീരഭാരം കൂടുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു വില്ലനാണ്. ഇങ്ങനെ മുട്ടുകൾ തേഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? കാല് മടക്കാൻ വയ്യ, നിവർക്കാൻ വയ്യ, നടക്കാൻ വയ്യ, അങ്ങനെ പലതരം അവസ്ഥകളിലൂടെയാണ് ഈ വ്യക്തികൾ കടന്നു പോകുന്നത്. അപ്പോൾ ശരീരഭാരമാണ് ഏറ്റവും വലിയ വില്ലൻ. നിങ്ങൾക്കറിയാമോ, എല്ല് തേയ്മാനമുള്ള വ്യക്തികൾക്ക് ഒരു 4 കിലോ ശരീരഭാരം കൂടിയാൽ തന്നെ അവരുടെ ഈ തേയ്മാനം എന്ന അവസ്ഥ 30 തൊട്ട് 40% വരെ കൂടുന്നതായിട്ട് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. അപ്പോൾ എല്ല് തേയ്മാനത്തിന് ഏറ്റവും വലിയ ഒരു റീസൺ തന്നെയാണ് നിങ്ങളുടെ ശരീരഭാരം കൂടുക എന്നുള്ളത്. അതല്ലാതെ എന്തെങ്കിലും ഒരു മുട്ടിനുണ്ടാവുന്ന ഇഞ്ചുറീസ് അല്ലെങ്കിൽ മുട്ടിന് മുകളിലേക്ക് ഹിപ്പ് ജോയിന്റോ മറ്റോ ഒക്കെ ഉണ്ടാവുന്ന ഇഞ്ചുറീസ് ഒക്കെ നിങ്ങൾക്ക് ഈ മുട്ടിന് അധികം സ്ട്രെയിൻ കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. മുട്ടിൻ്റെതാണെങ്കിൽ ലിഗമെന്റ് ഇഞ്ചുറീസ് അല്ലെങ്കിൽ മെനിസ്കൽ ഇഞ്ചുറീസ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് അല്ലെങ്കിൽ മുട്ടിന്റെ എല്ലുകൾ പൊട്ടുക തുടങ്ങിയ റീസൺ ഒക്കെ കൊണ്ട് ഗ്രാജുവലി ക്രമേണ നിങ്ങൾക്ക് ഒരു എല്ല് തേയ്മാനത്തിലേക്ക് പോകുവാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് എല്ല് തേയ്മാനം തടയുവാൻ വേണ്ടി സാധിക്കുന്നത്? ഒത്തിരി പേഷ്യൻസ് ഫിസിയോതെറാപ്പിയിൽ വന്നിട്ട് ചോദിക്കാറുണ്ട്, മാഡം ഈ എല്ല് തേയ്മാനം ഞങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റുമോ? ശരിക്കും ഇത് പോസിബിൾ ആണോ? എല്ല് തേഞ്ഞാൽ അത് തേയുക തന്നെയല്ലേ, അത് ശരിക്കും മാറുന്ന ഒരു അസുഖമാണോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, എല്ല് തേയ്മാനം എന്ന് പറയുന്നത് ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്, അല്ലെങ്കിൽ ഗ്രാജുവൽ ആയിട്ട് ഉണ്ടാവുന്ന ഒരു കണ്ടീഷനാണ്. അത് പതിയെ പതിയെ ഈ എല്ലുകൾ തമ്മിൽ അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരഞ്ഞ് പിന്നെ അതിൻ്റെ ഉള്ളിൽ മുറിവുകൾ ഉണ്ടായി ഇൻഫ്ലെയിംഡ് ആയി ഇതിങ്ങനെ കൂടിക്കൂടി വന്ന് ഈ എല്ലുകളുടെ എല്ലാം ഘടന കാര്യങ്ങൾ അതുപോലെ തന്നെ ജോയിന്റിന്റെ ഉള്ളിലെ ഘടനയും എല്ലാം മാറി മാറി ഇങ്ങനെ ഒരു മാസമല്ല പല വർഷങ്ങൾ കൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് എല്ല് തേയ്മാനം എന്നുള്ള കണ്ടീഷൻ രൂപപ്പെട്ടു വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫിസിയോതെറാപ്പിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് ഗുണം? നിങ്ങൾക്ക് ആ എല്ല് തേയ്മാനം എന്നുള്ള അവസ്ഥ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. അതായത് അത് കൂടാതിരിക്കുവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ആ തേയ്മാനം എന്ന് പറയുന്ന ആ ഗ്രാജുവലി പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടീഷനെ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാനും അതിനെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കുവാനുമുള്ള ഒരു വാതിലാണ് ശരിക്കും ഫിസിയോതെറാപ്പിയിലൂടെ തുറന്നു കിട്ടുന്നത്. അപ്പോൾ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് അല്ലേ ഫിസിയോതെറാപ്പി? തീർച്ചയായിട്ടും ആണ്. നിങ്ങൾ ഈ കണ്ടീഷൻ വളരെ വേഴ്സൺ ആയതിനു ശേഷം ഒരു സർജറിയിലേക്കോ മുട്ട് പൂർണ്ണമായി മാറ്റിവെക്കുന്നതിലേക്കോ ഒക്കെ എത്തുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നമുക്ക് നമ്മുടെ ജോയിന്റുകളെ ബലവത്തായി വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളത്. അടുത്തതായിട്ട് എങ്ങനെയാണ് ഈ തേയ്മാനം നമ്മൾക്ക് മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കുന്നത്? അപ്പോൾ ഒന്നാമത്തെ കാര്യം ശരീരഭാരം കുറയ്ക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ശരീരഭാരം കുറയ്ക്കുന്നത്? ഒരു 70% ശരീരഭാരവും കുറയുവാൻ വേണ്ടിയിട്ട് ഏറ്റവും ഫലപ്രദമായിട്ടുള്ളത് ഡയറ്റ് തന്നെയാണ്. അതായത് നിങ്ങൾ പ്രോട്ടീൻ മിനറൽസ് അടങ്ങിയ ഭക്ഷണങ്ങൾ വളരെയധികം കഴിക്കുകയും അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് കൊഴുപ്പ് തുടങ്ങിയവ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളുടെ അളവ് കുറയ്ക്കുകയും ചെയ്യണം. ഒരിക്കലും ഡയറ്റ് എന്ന് പറയുന്ന ഇത്തരം സമ്പൂർണമായിട്ടുള്ള ആഹാരം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒന്നാവരുത്. പട്ടിണി കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരീരഭാരം കുറയ്ക്കുവാൻ പറ്റത്തില്ല, പകരം നിങ്ങളുടെ ആരോഗ്യം വെറുതെ നശിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ നിങ്ങൾ മെലിഞ്ഞ് ഉണങ്ങി അങ്ങനെയൊക്കെ ആയിപ്പോയേക്കാം, പക്ഷേ അതിലൂടെ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ആരോഗ്യമാണ്. അപ്പോൾ ഡയറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ള പ്രോട്ടീൻസും മിനറൽസും കഴിച്ചുകൊണ്ട് ബാക്കി നിങ്ങൾക്ക് അത്ര കണ്ട് അത്യാവശ്യമില്ലാത്ത എന്നാൽ നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പോൾ വളരെയധികം അടിഞ്ഞുകൂടിയിട്ടുള്ളതുമായിട്ടുള്ള കൊഴുപ്പും കാർബോഹൈഡ്രേറ്റ് ഒക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഭക്ഷണ രീതിയാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പതിയെ പതിയെ ഒരിക്കലും
ഒറ്റയടിക്ക് നിങ്ങൾക്ക് ശരീരഭാരം താഴ്ത്താൻ പറ്റില്ല. അങ്ങനെയുള്ള വഴികൾ ഉണ്ടെങ്കിൽ അതിനെ സ്വീകരിക്കരുത്. പകരം ഗ്രാജുവലി നിങ്ങൾ പതുക്കെ ശരീരഭാരം കുറച്ചു കൊണ്ടുവരിക. അതിനു വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ട് എടുക്കുക. പിന്നെ ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ മസിലുകൾ ബലപ്പെടുത്തുക എന്നുള്ളതാണ്. അതായത് ഈ ജോയിന്റിന് ചുറ്റുമുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള മസിലുകളുണ്ട്. ഇപ്പൊ മുട്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ തുടയുടെ മസിലുകൾ, ഹിപ്പ് ജോയിന്റിന്റെ മസിലുകൾ, മുട്ടിന് പുറകുവശത്തുള്ള മസിലുകൾ, അങ്ങനെയൊക്കെ നല്ല ഹെവി ആയിട്ടുള്ള നല്ല മസിലുകളുണ്ട്. ആ മസിലുകൾ നല്ല സ്ട്രോങ് ആയിട്ട് എഫിഷ്യന്റ് ആക്കി വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുട്ടിനെ അങ്ങനെ പിടിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഈ മസിലുകൾക്ക് പറ്റും. അപ്പോൾ നിങ്ങളുടെ ഈ ശരീരഭാരം കാലിലേക്ക് വന്നാലും മസിലുകൾ അങ്ങനെ സ്ട്രോങ് ആയിട്ട് പിടിച്ചു വെക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ മസിലുകൾക്കുള്ള എക്സസൈസുകൾ ചെയ്യണം. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് കാണാം. അപ്പോൾ ഇങ്ങനെയുള്ള എക്സസൈസുകൾ ചെയ്ത് നിങ്ങൾ ശരീരത്തിന്റെ ആ സ്ട്രെങ്ത്, മസിലിന്റെ സ്ട്രെങ്ത് നന്നായിട്ട് കൂട്ടിക്കൊണ്ടുവരിക. അതുപോലെ തന്നെ ജോയിന്റ്സിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കണം. അതായത് പല ആൾക്കാരും തേയ്മാനം വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഈ ജോയിന്റുകൾ അനക്കാതെ ഇങ്ങനെ അങ്ങ് വെച്ചാൽ മതി. അതായത് അധികം അങ്ങോട്ട് മടങ്ങണ്ട, നിവരണ്ട, തിരിയണ്ട, മറിയണ്ട, നടക്കണ്ട തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല. മൂവ്മെന്റ് ഈസ് മെഡിസിൻ, അത് നമ്മുടെ ടാഗ് ലൈൻ കൂടെയാണ്. അതായത് ഒരു ജോയിന്റ് നല്ല കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ ആ ജോയിന്റിൽ മൂവ്മെന്റ് ഉണ്ടായേ പറ്റൂ. കാരണം ജോയിന്റിനുള്ളിലേക്ക് രക്തയോട്ടം വന്നെങ്കിൽ മാത്രമേ ജോയിന്റിനുള്ളിൽ സൈനോവൽ ഫ്ലൂയിഡ് ഉണ്ടാവുകയുള്ളൂ. അതിലേക്ക് എന്തെങ്കിലും ഇൻഫ്ലമേഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ ഹീലിങ്ങിന് വേണ്ട പദാർത്ഥങ്ങൾ എത്തിച്ചേരുകയുള്ളൂ. അപ്പോൾ ആ ജോയിന്റ് നല്ല ആരോഗ്യമായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ അതിലേക്ക് ഈ പോഷകങ്ങളൊക്കെ എത്തിച്ചേരണം രക്തയോട്ടം വഴി. അങ്ങനെയാണെങ്കിൽ മൂവ്മെന്റ് തീർച്ചയായിട്ടും വേണം. ജോയിന്റ് ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്താണ് അതിലേക്ക് പോഷകങ്ങൾ എത്തിച്ചേരുക. അപ്പോൾ മുട്ടിന്റെ തേയ്മാനമാണ് പ്രശ്നമെങ്കിൽ തീർച്ചയായിട്ടും മുട്ട് മടക്കുകയും നൂർത്തുകയും ഒക്കെ ചെയ്യണം. എങ്കിൽ മാത്രമേ ജോയിന്റിന്റെ കാര്യക്ഷമത വർദ്ധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും മടക്കുകയും നൂർത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ ചെറിയ വേദനയൊക്കെ തുടക്കത്തിൽ ഉണ്ടായേക്കാം. കാരണം നിങ്ങൾക്ക് ഈ തേയ്മാനത്തിൻ്റെതായ മറ്റു പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട്. നിങ്ങൾക്കത് അസഹനീയമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മെഡിക്കൽ പ്രൊഫഷനെ സമീപിക്കാം. അവർ നിങ്ങളെ സഹായിക്കും. അതല്ല, നിങ്ങൾക്ക് അത് വളരെയധികം നിങ്ങളുടെ ഒരു വേദനയുടെ ഒരു ടോളറേറ്റിംഗ് പോയിന്റിന്റെ ഉള്ളിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ പതുക്കെ ഈ മൂവ്മെന്റ് ഓരോ ദിവസം ഡേ ബൈ ഡേ നിങ്ങൾക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ പടിപടിയായി കൂട്ടിക്കൊണ്ടുവന്ന് നിങ്ങളുടെ ജോയിന്റിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക. ഇത്രയുമൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ തേയ്മാനം എന്ന് പറയുന്ന ഈ ഒരവസ്ഥയിൽ നിന്ന് മുക്തി നേടുവാൻ വേണ്ടി തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ ബെസ്റ്റ് ഓഫ് ലക്ക്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ സ്റ്റെപ്പുകളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ അപ്ഡേറ്റ്സുകൾ കമന്റിലൂടെ അറിയിക്കുക.